ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ആയിട്ട് ഏത്തപ്പഴം ഫില്ല് ചെയ്തിട്ടുള്ള ഇലയടയുടെ റെസിപ്പിയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ എടുത്ത ഒരു ചെറിയൊരു വീഡിയോയും ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇലയടയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കാം. ഞാൻ ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഒരു 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്ക്ക് പകരം എണ്ണ വേണേലും ഉപയോഗിക്കാം, പക്ഷേ ആ നെയ്യ് ഇടുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അതുകൊണ്ട് മാക്സിമം നെയ്യ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ. പിന്നെ ഇപ്പോഴാണേലും സാധാരണ എല്ലാവരും പറയുന്നത് നെയ്യാണ് എണ്ണയെക്കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തി എന്നല്ലേ. അതുകൊണ്ട് നെയ്യ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 2 ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുന്നുണ്ട്. അത് ഒത്തിരി ചെറുതും ആക്കണ്ട, എന്നാൽ പിന്നെ ഒത്തിരി വലുതും ആക്കണ്ട. അങ്ങനെ ഞാൻ ഒരു പഴത്തിനെ 4ആയിട്ട് നടുവേ കീറിയിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കി ഇടുക ചെയ്തേ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് വഴണ്ട് വരാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒത്തിരി പച്ച എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പഴുത്ത പഴമാകുമ്പം പെട്ടെന്ന് അത് വഴണ്ടും കിട്ടും, നന്നായിട്ട് ആ മിക്സ് ശരിക്കും നല്ല അടിപൊളി മിക്സായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു ഫില്ലിങ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഇപ്പോൾ ആ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞു വരണം. ആ പരുവത്തിലേക്ക് ഇതൊന്ന് വഴട്ടിയെടുക്കണം. ഒന്ന് നന്നായി വഴണ്ടു വന്നതും ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു മുറി തേങ്ങ ചിരകിയ തേങ്ങയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ശരിക്കും കുറച്ചൊന്ന് ഡ്രൈ ആവണം. അതായത് ആ തേങ്ങയിലൊരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അംശം ഉണ്ടല്ലോ, അതൊന്ന് ഡ്രൈ ആയി കിട്ടണം. ആ പരുവം വരെ ഇത് ഒന്ന് മിക്സാക്കുക. അതുകൂടാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പഴത്തിൻ്റെ മിക്സിലേക്ക് ആ തേങ്ങ ശരിക്കും മിക്സായി വരികയും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു 4 ഏലക്കയും 1/2 സ്പൂൺ ജീരകവും ഒരു ചെറിയ പീസ് ചുക്കും, ഇത്രയും സാധനങ്ങൾ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ട് ആ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കുക. ഇതാണ് ശരിക്കും നമുക്കതിന് നല്ലൊരു ഫ്ലേവർ തരുന്നത്. ഇതും ഒന്ന് മിക്സായി എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് വെല്ലം ഉരുക്കിയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനിയിപ്പം വെല്ലം ഉരുക്കി ഒഴിക്കേണ്ടെന്നാണേൽ ഇത്രയും ചെയ്തിട്ട് നിർത്തിയിട്ട് വെല്ലം നമുക്ക് നല്ല വെല്ലമാണെങ്കിൽ ചീവിയിട്ടാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചീവിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പൊടികളൊന്നും ഇല്ലാത്ത നല്ല വെല്ലമാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതിപ്പം ഞാൻ പാനിയായിട്ട് ഒഴിച്ചത് കൊണ്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ അതിൻ്റെ അകത്ത് ഒന്നിട്ട് മിക്സാക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എള്ളോ അങ്ങനെ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ, നട്ട്സോ എന്ത് വേണേലും ചേർക്കാം. അന്നേരത്തേക്കും ഇവിടെ സിയ വന്നിട്ട് അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് പെട്ടെന്നൊരു ദോശ ഇട്ട് കൊടുക്കുമായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ, കാരണം നമ്മളാക്കി വെച്ച കൂട്ടൊന്ന് തണുക്കണമല്ലോ, അപ്പോൾ അതൊന്ന് തണുക്കാൻ വെച്ച സമയം കൊണ്ട് അത്രയും നേരം ആയ പാത്രങ്ങളെല്ലാം കൂടെ കൈയോടെ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ ആ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ വരേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് എനിക്ക് സിയ കുറച്ച് അടങ്ങിയിരിക്കുന്ന സമയത്ത് ഈ പണികളൊക്കെ ചെയ്യാനാവുള്ളൂ. അതുകൊണ്ട് ആ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ആ പണികൾ അങ്ങ് തീർത്ത് വെച്ചാൽ പിന്നീട് എനിക്ക് അത്രയും കൂടെ പണി കുറവല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ കിട്ടിയ സമയത്ത് പെട്ടെന്ന് ഞാൻ അതെല്ലാം കൂടെ കഴുകി പെറുക്കി എടുത്ത് വെക്കുകയായിരുന്നു. പിന്നെ ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നാണേലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മിനിമം ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണേ. അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് അത്രയും കൂടെ സന്തോഷമാവും നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതിനും ഇടുന്നതിനൊക്കെ. എന്നിട്ട് ഇനിയിപ്പം ആ ഒരു അടയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ഗ്ലാസ് അരിപ്പൊടി, അതായത് നൈസ് അരിയുടെ
നമ്മളുടെ പത്തിരിയുടെ ഒക്കെ പൊടിയില്ലേ, ആ നൈസ് പൊടിയും കൂടത്തിലൊരു 3 സ്പൂണ് പുട്ടിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് മയത്തിലുള്ള അട വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ഇട്ട കേട്ടോ. നൈസ് പൊടിയിൽ മാത്രമാണേലും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒത്തിരി ചൂടല്ല, കാരണം നമുക്ക് അത്യാവശ്യം കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടുള്ള വെള്ളം. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഉപ്പും ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈറ്റായിട്ട് ഈ ചപ്പാത്തി മാവ് പോലെ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവ്. ഇനിയിപ്പോൾ ഇത് പരുവം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, കുറച്ച് ലൂസായിട്ടുള്ള മാവാണ്. പിന്നെ അതിൻ്റെ അകത്ത് അത്യാവശ്യം പുട്ടിൻ്റെ പൊടി ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം അത് ഓൾറെഡി വലിക്കുകയും ചെയ്യും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് മാവ് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇത് ചെയ്തെടുക്കാനുള്ള ഇലയുണ്ടല്ലോ, ഇല ഇപ്പോൾ ആദ്യം തന്നെ തീയിൽ കാണിച്ച് അതൊന്ന് വാട്ടി ഒരുക്കിയെടുക്കുക. ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇല മടക്കി അടയാക്കുമ്പോഴത്തേക്കും അത് പൊട്ടാണ്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇലയൊന്ന് വാട്ടിയെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി വയ്ക്കുക. ഒരു നനഞ്ഞ തുണിയും കൊണ്ട് ഇല അപ്പുറവും ഇപ്പുറവും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് തൂത്തെടുത്താൽ മതി. അന്നേരം തന്നെ ഏതാണ്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. ഇങ്ങനെ റെഡിയാക്കി വെച്ച ഇലേനെ ഇനി നമ്മൾ ഓരോ അട ഉണ്ടാക്കാനുള്ള പരുവത്തിലേക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. ഏതാണ്ട് ഒരു അളവ് നോക്കുക. ഒരടയാക്കുമ്പോൾ നമുക്ക് എന്തേരം വേണം എന്നുള്ളത് കണക്കാക്കി അതിനനുസരിച്ച് മുറിച്ചെടുക്കുക. എൻ്റെ കയ്യിലിപ്പം 2 ഇലയായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ഇലയും കൊണ്ട് എത്രത്തോളം കിട്ടുമോ ഞാൻ അത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം എത്ര അട ആക്കാൻ പറ്റുമെന്ന് ഇപ്പം നമുക്കറിയില്ലല്ലോ. അപ്പം മാക്സിമം റെഡിയാക്കി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ആ ഇല ഓരോന്ന് എവിടെയാണോ നമ്മളുടെ വർക്കിംഗ് സർഫേസ് അങ്ങോട്ട് വെച്ചിട്ട് കയ്യിൽ ആദ്യം കുറച്ച് വെള്ളം നനയ്ക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു അടയുടെ മാവുണ്ടല്ലോ, അരിയുടെ മാവ്, ആ അരിമാവ് വെച്ചിട്ട് കയ്യിൽ വെള്ളം തൊട്ട് തന്നെ ആ ഇല ഫുൾ അത് സ്പ്രെഡാക്കുക. മാക്സിമം എത്രത്തോളം നൈസായിട്ട് നമുക്ക് സ്പ്രെഡാക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് സ്പ്രെഡാക്കിയേക്കുക. ഇതിപ്പോൾ എൻ്റേത് പുട്ടിൻ്റെ പൊടി ഞാൻ ആഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ മാവ് കുറച്ചും കൂടെ ഹാർഡായിരുന്നു. അതുകൊണ്ട് നേരത്തെ ഞാൻ കാണിച്ചതിൽ നിന്ന് ഒരു തുള്ളിയും കൂടെ വെള്ളം കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള പരുവമാണ് നല്ലത്. എന്നിട്ട് ഇത് മുഴുവൻ ആ ഇലയിലേക്ക് മാക്സിമം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പകുതി കണക്കാക്കിയിട്ട് ആ പകുതിക്ക് അപ്പുറത്തോട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത്. ഫില്ലിങ് കൈ കൊണ്ടാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. അതാവുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് മനസ്സിലാകുമല്ലോ ഓരോ സ്ഥലത്തും എത്രത്തോളം ഫില്ലിങ് എത്തിയിട്ടുണ്ട്, സൈഡിൽ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണക്കാക്കി അത് നിറയ്ക്കുക. നേരെ പകുതിക്കിനെ അത് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡുണ്ടല്ലോ, സൈഡ് സീലാവുന്ന രീതിയിൽ ഒന്ന് കൈ കൊണ്ട് ചേർത്ത് അമർത്തി കൊടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ ആ സൈഡൊന്ന് 2 സൈഡ് നമ്മൾ ഒട്ടി നിൽക്കുക. അപ്പോൾ ഈ ഫില്ലിങ് ഒന്ന് പുറത്തോട്ട് ചാടൂല. എന്നിട്ട് ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് മാക്സിമം നമ്മളുടെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നന്നായിട്ട് പൊള്ളി വരുന്നത്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവ എടുത്തത്, കാരണം ഇത് കുറച്ച് വലുതാണ്. എൻ്റെ കയ്യിലുള്ള അപ്പച്ചട്ടി എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ തവയ്ക്കകത്ത് ചെയ്യാൻ കാരണം ഞാൻ ആക്കിയ അട കുറച്ച് വലിയ സൈസാണ്. ഇതിപ്പോൾ ഒരെണ്ണമൊക്കെ ഒരാൾക്ക് തിന്നാൽ ശരിക്കും വയറ് നിറയും. അതുകൊണ്ട് ഞാൻ ഈ വലിയ തവ എടുത്തത് കേട്ടോ. എന്നിട്ടിത് മറിച്ചും തിരിച്ചു വിട്ട് പ്രസ് ചെയ്ത് അതായത് ഞാനിപ്പം ഇവിടെ ഈ സ്പാച്ചുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാവുമ്പോഴത്തേക്കും നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുന്ന പോലെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചും തിരിച്ചു വിട്ടിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. ഇതാണ് നമ്മളുടെ അടയാക്കുന്ന പ്രോസസ്സ്. ഇല്ലെന്നാണ് ഇത്രയും ചെയ്തിട്ട് ഇത് ആവിയിൽ മര്യാദയ്ക്ക് വേവിച്ചെടുത്താലും മതി. പക്ഷെ ആവിയിൽ ചെയ്യുന്നേക്കാട്ടിലും ഇതിങ്ങനെ ചുട്ടെടുക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ പലഹാരം എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഇതൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു. എന്നുവെച്ചാൽ കുറച്ച് ദിവസമായിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പം അങ്ങനെ ബുർജ്മാൻ മോളിൽ പോയി. മോൾ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഒരുത്തി നമ്മുടെ കൈയൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോവുക. അത് നടക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടു. കാരണം കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ആളെന്നുള്ള രീതിയിൽ ഭയങ്കര സ്റ്റൈലൊക്കെ നടക്കും.
എന്നിട്ട് ജിയയ്ക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് പപ്പ ജോൺസിൻ്റെ പിസ്സയാണ് ഓർഡർ ആക്കിയത്. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് നമ്മളുടെ ഡിന്നർ അവിടെ നിർത്തുകയത്. പിസ്സ കണ്ടതോടുകൂടിയിട്ട് അവൾക്ക് അതിൻ്റെ അകത്ത് ആ മേലെ സോസ് ഒഴിക്കുമല്ലോ, ജിയയ്ക്ക് ആ സോസ് മതിയായിരുന്നു. ആ സോസ് തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക പിസ്സ കഴിക്കുന്നതിലും കൊണ്ടിൽ. കുറച്ച് കഴിച്ചു കേട്ടോ. എന്നാലും ഒരിടയ്ക്ക് ഇവള് പാതിരാത്രി വരെ എഴുന്നേറ്റിട്ട് പിസ്സ എന്നും പറഞ്ഞ് കരയുമായിരുന്നു, കഴിഞ്ഞല്ലോ ഒക്കെ. പക്ഷെ ഇപ്പം അതിനോട് അവൾക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നില്ല. പിന്നെ കൊച്ചിൻ്റെ ചെവിയിലൊക്കെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പായിപ്പം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്